പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വീഡിയോ കാണാത്തത് എന്തുകൊണ്ടാണെന്ന് പലർക്കും അറിയാം. കമ്പനിയിൽ ഭയങ്കരമായ വിഷയമാണ്. അതായത് നമുക്കൊരാൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ബാക്കിയുണ്ട് ആർക്കുണ്ടാകുന്ന ഒരു ചെറിയതുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇപ്പം വീഡിയോസ് ഒന്നും കാണാത്തത്. ഇപ്പം എനിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ ഉപയോഗിക്കണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ, ആ ഒരു സെറ്റപ്പ് കാരണമാണ് വീഡിയോസ് ഒന്നും കാണാത്തത്. എന്തായാലും നമ്മളിടുന്ന ചെറിയ ചെറിയ ഒളിച്ചും പാത്തൊക്കെ പിടിക്കുന്ന ചെറിയ റീൽസിനൊക്കെ ഭയങ്കര എന്താ പറയുക റീച്ച് ഉണ്ട്. യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇൻസ്റ്റയിലായിക്കോട്ടെ, റീൽസിനൊക്കെ ഭയങ്കര ഇത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോടൊരു നമ്മുടെ ഒരു ഫോളോവർ എൻ്റെ അടുത്ത് കൊണ്ട് മൂപ്പ അതിൻ്റെ ആയുധം കൊള്ളത്തില്ലത്. ഞാൻ ഒരുവിധം എന്താ ഇങ്ങനെ പറയുന്നത്, ആയുധം കൊള്ളത്തില്ലെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എന്താ സംഭവം. പിന്നീടാണ് അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. ഇതിൻ്റെ ഫോണ് ഇത് നല്ല ഫോണാക്കണം, ഇത് ശരിയല്ല, ഇത് വീഡിയോസൊക്കെ വലിയ ക്ലിയർ കുറവാണ്, എല്ലാവരും നല്ല ഫോണൊക്കെ മേടിക്കുന്നത്, നീ ഒരു ഫോൺ മേടിക്കുന്നൊക്കെ പറഞ്ഞ് ആറ്റുമോഹിച്ച് നമ്മൾ ഇന്നലെ ചാടിത്തുള്ളി റൂമിൽ നമ്മളിങ്ങനെ ഫോൺ മേടിക്കാനൊക്കെ പറഞ്ഞ് ഓടി. അതായത് ഇപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇൻസ്റ്റാൾമെൻറ്റിൽ ഫോൺ, നാട്ടിൽ 1 വർഷമൊക്കെ കിട്ടും, ഇവിടെ 4 മാസമൊക്കെ നമുക്ക് ഫോൺ അടവിന് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ലുലുവിൽ പോയി, അതിന് ശേഷം എക്സ്ട്രയിൽ പോയി. ചിലർക്ക് റെഡിയാവും, ചിലർക്ക് റെഡിയാവില്ല എന്ന് പറയില്ല, അതുപോലെയാണ് എൻ്റെ കേസിൽ റെഡി ആയില്ല കേട്ടോ. ഇന്നലെ നമ്മൾ എക്സ്ട്രയിൽ പോയപ്പോൾ അല്ലെങ്കിൽ ലുലു പോയപ്പോൾ അവർ പറഞ്ഞു 5000 റിയാലിന് മുകളിലുള്ള ഫോണുകൾ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ടാബിയിൽ നിന്ന് ആദ്യമായിട്ട് മേടിക്കുന്നതാണ് തരാൻ പറ്റത്തില്ല. ഓൾറെഡി ടാബിയിൽ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അങ്ങനെ ഒന്നും മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പം ഫോൺ കിട്ടില്ല, എന്നാൽ നിരാശയോടെ നമ്മളിങ്ങനെ റൂമിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് ഇങ്ങനെ ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫോൺ മേടിക്കാൻ പോകുന്ന ഒരു ലൈവ്, തിരിച്ച് റൂമിലേക്ക് വരുന്ന വേറൊരു ലൈവ്. അങ്ങനെ ലൈവൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ റൂമിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ഫോളോവർ പറഞ്ഞ് അത് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, പരിപാടി നടക്കുമെന്ന് പറഞ്ഞു കേട്ടോ അവർ. അപ്പോൾ എന്നോട് മെസ്സേജ് ഇട്ട് പറഞ്ഞു എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നിനക്ക് ഏത് ഫോണാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറയുന്ന ഫോണാണ് ഞാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആശാൻ എന്താ പറയാൻ അറിയാമോ, നീ അവിടെ വെയിറ്റ് ചെയ്യേ, നിൻ്റെ ID കാർഡിൻ്റെ എല്ലാം എനിക്ക് അയച്ചതാ, ഞാൻ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ കൊടുത്തു. സംഭവം വെച്ചാൽ ഇപ്പം അങ്ങനെ ഫോൺ കൊണ്ട് വരും. പക്ഷെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഇങ്ങനെ വീഡിയോ കാണിക്കാൻ പാടില്ല എന്ന് ഇതിന് മുന്നേ എന്നോട് പറയാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്ത് വരുന്നതാണ്, വീഡിയോ കാണിക്കാൻ പാടില്ല എന്ന് അങ്ങനെ എപ്പോഴും എന്നോട് പറയും കേട്ടോ. എന്തായാലും നമ്മുടെ ഒരു വലിയൊരു സ്വപ്നം, ആഗ്രഹം പറയും. ഇതൊക്കെ നമ്മളെപ്പോലുള്ളവർക്ക് എന്താ പറയുക അറിയാമല്ലോ, ആ ഒരു വില കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് അവർ തരത്തില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്ക് ഇതൊക്കെ മേടിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടോ, ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് പറഞ്ഞ് മേടിച്ചാൽ കൊള്ളാമെന്ന്. എല്ലാവരും ഇപ്പോഴത്തെ നാട്ടിൽ ഏത് പിള്ളേരായാലും ഇതൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ നോക്കുമ്പം റെഡി ക്യാഷ് കൊടുത്ത് നമുക്കിപ്പം മേടിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല. എന്നൊരു കാര്യം ചെയ്യാം, അടവിനെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ എന്തായാലും നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹം, ഒരു സ്വപ്നം എന്നൊക്കെ പറയാം. അയ്യേട്ടാ ഇന്നലെ മുതൽ അജിയേട്ടൻ നമ്മളെ കൊണ്ട് നടക്കുന്ന കേട്ടോ. ഇന്നലെ നമ്മളെല്ലാവരും കൂടെ ലുലുവിലൊക്കെ പോയി, അവിടുന്ന് എക്സ്ട്രയിൽ പോയി. അപ്പോൾ എല്ലാം പെട്ടിട്ട് തിരിച്ച് റൂമിലേക്ക് വന്നു. അപ്പോൾ കമ്പനിയുള്ള മെക്കാനിക് വീഡിയോസ് കാണാത്തുള്ള കാരണം ഞാൻ ആദ്യം പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് വിഷയം. അതിപ്പോൾ ഏതൊരു ഫീൽഡിലാണ്. ഇപ്പോൾ ഈ ഫോൺ മേടിച്ച് കഴിയുമ്പോഴും ആൾക്കാർ പലതും പറയും. അതിപ്പം എന്താ പറയുക, അങ്ങനെയാണ് കുറേ ആൾക്കാർ അങ്ങനെയാണ്. നമ്മളിപ്പം ഒരാൾ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും മേടിച്ചു എന്നോ അല്ലെങ്കിൽ രക്ഷപ്പെടുകയോ അത് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഒരിത് വരും. അപ്പോൾ എന്തായാലും എൻ്റെ വലിയൊരു സ്വപ്നമാണ്, അല്ലെങ്കിൽ വലിയൊരു ആഗ്രഹമാണ് ജസ്റ്റ് ഒന്നും അറിയാണ്ട് നടക്കാൻ പോകുന്നത്. അതായത് അങ്ങനെ എനിക്ക് മേടിച്ചു തന്നു എന്നുള്ള സത്യമാണ്. ഇനി നമ്മൾ അതിൻ്റെ മാസം നമ്മൾ അതിനുള്ള പൈസ അങ്ങനെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ EMI. കാരണം ഒരു മനുഷ്യൻ ഒരു സാധനം നമുക്ക് മേടിച്ച് തരാനുണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കണ്ണും അടച്ച്, അതായത് ഇത്ര ഉറുപ്പ്യ ഇത്ര വിലയുള്ള സാധനം കണ്ണും അടച്ച് ഇന്നാ മൂപ്പ നീ എടുത്തോ എന്ന് പറഞ്ഞ് പുള്ളീൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ അതൊരു വിശ്വാസം. ഞാൻ എടുത്തരാന്ന് പറഞ്ഞായിരുന്നു, 5000 ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട്. അതെ, അജിയേട്ടൻ പറഞ്ഞായിരുന്നു. അജിയേട്ടൻ വേറെ കാര്യം കൂടെ പറഞ്ഞായിരുന്നു, എന്തെങ്കിലും അടവിന് എന്തെങ്കിലും പെൻഡിങ്ങിന് പൈസ പെട്ടെന്നായില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, അത് തരാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അല്ല ഇതുപോലെ മനുഷ്യന്മാരുണ്ടാവുന്ന പറയാൻ ഇപ്പോൾ അറിയാലോ, ഞാൻ വണ്ടികൾ പലർക്കും എടുത്തു കൊടുക്കാറുണ്ട്. അപ്പം 10,000 കൊടുത്തിട്ട് ഇത്ര ദിവസം കഴിയുമ്പോഴാണ് വണ്ടി എടുക്കാൻ വരും, ബാക്കി തരാമെന്നൊക്കെ പറയുമ്പം അവരെന്നോട് ചോദിക്കും, മൂപ്പ ഇത് ഈ 10,000 കൊടുത്തതിന് എന്തെങ്കിലും ഒരു രേഖ കിട്ടുമോ? അപ്പം ഞാൻ പറഞ്ഞു നാട്ടിലെ പലരുടെ മുദ്രപത്രം ഒന്നും ഞാൻ കണ്ടിട്ടില്ല, സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാനുണ്ടല്ലോ, ഞാൻ കണ്ടതല്ലേ, ഞാൻ ഉത്തരവാദി, അതിന് ഞാൻ ഉത്തരവാദിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയാണ്. ഞാൻ മുഖാന്തരം നിങ്ങൾ പൈസ കൊടുത്തൊക്കെ ഞാൻ അങ്ങോട്ട് പറയാറുണ്ട്. നമുക്കൊരു ആവശ്യം വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ അത് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇങ്ങനെ ഇത്ര പൈസ വേണം, അല്ലെങ്കിൽ ഞാൻ ആരും ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എനിക്കങ്ങനെ അങ്ങനെ പൈസ ചോദിക്കുന്നത് ഇഷ്ടമൊന്നുമല്ല. എന്നോട് ഇവരൊക്കെ ഇങ്ങോട്ട് പറഞ്ഞതാണ്, നിനക്ക് എടുത്തോ എന്തെങ്കിലും പൈസ ജസ്റ്റ് അതുപോലെ പൈസ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അത് സെറ്റാക്കി എടുക്കാം. വീഡിയോസൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, അപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ വീഡിയോസ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നൊക്കെ. അപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനമോ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഒരു മനുഷ്യൻ എന്നെ വിശ്വസിച്ച് ഒരു ഫോണും കൊണ്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളതൊക്കെ പുറകെ കാണാം കേട്ടോ. ഓക്കെ അല്ലേ?
ഓപ്പൺ ആക്കാം അല്ലേ? ചേട്ടാ സാറോ ഓക്കെ അല്ലേ? ഇനി ഇവിടെ എങ്ങോട്ടല്ലേ ഇത് പരിപാടി? ഇങ്ങനെ കണ്ടിട്ടുണ്ട് എവിടേക്ക് താത്തിട്ട് വിറയ്ക്കുന്നുണ്ട്. ഇങ്ങനെയാ അല്ലേ? ഓക്കെ അല്ലേ? അത് മതിയായിരുന്നു. ചാർജ് ചെയ്യണം, ഒരു 3 മണിക്കൂർ ചാർജ് ചെയ്യണം മതി. അയ്യോ, അപ്പൊ ഒരുപാട് വെച്ചാല് ഒരുപാട് സന്തോഷം എന്നൊക്കെ വെച്ചാൽ എന്താ പറയാ, ഒരു വല്ലാത്ത ഫീൽ കേട്ടോ. വല്ലാത്തൊരു ഫീല്. അപ്പം കൈ കെട്ടി ഞാനും അജിയേട്ടൻ ഇന്നലെ മുതൽ കഷ്ടപ്പെടുന്നതാട്ടോ നമ്മളെ കൊണ്ട്. ഇന്നലെ ഒരു വഴിക്ക് പോയി, ഇന്നലെ 2 ഷോപ്പിലൊക്കെ പോയി, ഒന്നും കിട്ടിയൊന്നുമില്ല. അപ്പൊ ഇന്ന് ഈ സാധനം നമുക്ക് സനീഷനെ കൊണ്ടു തന്നു. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഇതിന്റെ കവറും കാര്യങ്ങളൊക്കെ ഇട്ട, അല്ലെങ്കിൽ സ്ക്രീൻ കാർഡ്, ക്യാമറയുടെ ബേക്കിൽ ഒരു ഇതൊക്കെ വരത്തില്ലേ. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ചാർജർ എൻ്റെ കൂടെ ഇല്ല. അപ്പം ഒരു ചാർജർ, പിന്നെ അതിൻ്റെ സ്ക്രീൻ കാർഡ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ലുലുവിൽ പോകാം നമ്മളതിൻ്റെ കൂടെ. മാരണ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരണ ബ്ലോക്കാണ്. എന്നാലും നമ്മളെന്തായാലും ഉപയോഗിക്കുന്നതിന് മുന്നേ ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ലുലുവിൽ നമ്മൾ മച്ചാൻ്റെ കടയുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ ഒരു മലയാളി ചേട്ടനാണ്. നമ്മളെപ്പോൾ പോയാലും എനിക്ക് ഒരു ദിവസം എൻ്റെ ഫോൺ ഇങ്ങനെ ചാർജ് ചെയ്ത് ഓഫായപ്പം എനിക്ക് അവിടെ നിന്ന് ഒരു സീൻ്റെ കേബിൾ ഫ്രീ ആയിട്ട് തന്നത്. നീ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് ഫ്രീ ആയിട്ട് തന്നത്. അങ്ങനെ മച്ചാനുണ്ട് അവിടെ. അപ്പം മച്ചാൻ്റെ അടുത്ത് പോയിട്ട് ഈ സാധനം ഒന്ന് സെറ്റ് ചെയ്യാൻ പോകട്ടോ. സെറ്റ് ചെയ്ത് എന്താ പറയുക, അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ. എന്തായാലും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് തരിക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയാൻ. അപ്പം എന്താ പറയുക, ലുലു എത്താറായി. അപ്പം അവിടെ പോയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ കുറേശ്ശെ ലുലു ചെന്നു. അവിടെ ചെന്നപ്പോൾ നമ്മുടെ മച്ചാനുണ്ട്. താഴെയായിരുന്നു ഇത്ര നാളെ, ഇപ്പം നേരെ മേളിലേക്ക് മാറിയിട്ടുണ്ട്. മേളിലൊരു ഷോപ്പൊക്കെ ആയിട്ട്. അപ്പം പുള്ളീനെ വീഡിയോയിൽ ചെയ്യരുതെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഇവിടുത്തെ നിയമങ്ങൾ അറിയാലോ. അതുകൊണ്ട് പിന്നെ പുള്ളീനെ നമ്മൾ ഷൂട്ട് ചെയ്തില്ല. പുള്ളി എൻ്റെ ചാർജറും കാര്യങ്ങളും എൻ്റെ സ്ക്രീൻ കാർഡും കവറും എല്ലാം സെറ്റാക്കി തന്നു. എന്നാലും അടിപൊളി, നല്ല ഡിസ്കൗണ്ടൊക്കെ തന്നിട്ടോ എനിക്ക്. സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ ഒരുപാട് കഷ്ടപ്പെട്ടോ. നമ്മളിത് എന്താ പറയുക, കഴിഞ്ഞ ദിവസം ആ പെണ്ണ് എന്നെ നോക്കിയിട്ട് അവളൊരു ചിരിച്ച് വിട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ സാധനം ഞാൻ എന്തായാലും മേടിച്ചിട്ടേ ഉള്ളൂ എന്ന്. അതുപോലെ തന്നെ അജിയേട്ടൻ എന്നെ ഒരുപാട് സഹായിച്ചു. എന്താ പറയുക, ഒരുപാട് സ്ഥലത്ത് കൊണ്ടുനടന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടൊക്കെ. അപ്പം ഇത് തന്ന സനീഷേട്ടനും ടീമും ഒരു പ്രത്യേക താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇവരാണ് ആൾക്കാർ എല്ലാവരും. അപ്പോൾ ഇതിൽ പങ്കാളിയാണ്. ഞാനൊരു ചെറിയ ഫോൺ മേടിക്കാൻ വേണ്ടി ഇരുന്നതാണ്, 12 എടുക്കാൻ വേണ്ടി നോക്കി വന്നതാണ്. അവസാനം ജസ്റ്റിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇപ്പോൾ ഇത് എടുത്തു വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ്റെ ഒരു സെലക്ഷനാണിത്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഫോണിൽ നിന്ന് എടുത്തൊരു ചെറിയൊരു ക്ലിപ്പും കൂടെ ആക്കിയിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തുവാണ്. വീണ്ടും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും നമുക്കറിയാലോ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കമ്പനിയിൽ ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നല്ല അടിപൊളി വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിനകത്ത് ചെറിയൊരു ക്ലിപ്പും കൂടെ ഇത് ആഡ് ചെയ്യാം. പിന്നെ ചെറിയ റീൽസൊക്കെ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ഐഫോണിലാട്ടോ. അപ്പം എനിക്ക് ഫോണിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സൗണ്ട് ഒരു ഇടർച്ചയുണ്ട്, ജലദോഷം കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം ജസ്റ്റ് പുറത്തിറങ്ങി നമ്മുടെ കമ്പനീൻ്റെ വീഡിയോ ഒക്കെ പിടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ കാലാവസ്ഥ ഭയങ്കര മോശമല്ലേ. മറ്റൊരു ഫോണിൽ പിടിച്ച് നമ്മുടെ മറ്റേ ഐഫോണിൽ പിടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് എടുത്തതാണ്. ഫോണൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുവാണ്. ഇനി ഞാനൊന്ന് ഐഫോണൊന്ന് ഉപയോഗിച്ച് പഠിക്കണം. അപ്പോൾ നമ്മൾ ഇത്ര നാൾ ആൻഡ്രോയിഡ് കൊണ്ട് നടന്നുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിനകത്ത് എടുത്തൊരു വീഡിയോസ്. പിന്നെ ഷോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കുക. അപ്പം വീഡിയോ കൊണ്ട് നിർത്തുവാണ്. ഇതാണ് നമ്മുടെ കമ്പനി. ഇത് കണ്ടിട്ട് ആരും പാഞ്ഞു കെട്ടി ഇങ്ങോട്ട് വരരുത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും വരുന്നുണ്ട് എന്നോട് പറഞ്ഞ ശേഷം മാത്രമേ വരാവുള്ളൂ. കാരണം ഇവിടുത്തെ ഒരു ബില്ല് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും താങ്ങാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കേസുകളൊക്കെ ഉണ്ട്. അപ്പം എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യട്ടെ.